ആഭ്യന്തരമന്ത്രിയെയും പോലീസിനെയും വെല്ലുവിളിച്ച ഗുണ്ടാ നേതാവ് അർജുൻ ആയങ്കിയുടെ 2 സഹായികളെ അറസ്റ്റ് ചെയ്ത പോലീസ് ആയങ്കിയുടെ കൈയൊടിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ പിണറായി വിജയന്റെ ഭരണത്തിൽ കൂണുപോലെ വളർന്നു പൊങ്ങി വന്ന ഗുണ്ടകൾ ഇപ്പോൾ കേരളത്തിൻ്റെ സ്വൈര്യം കെടുത്തുകയാണ്. അവർ ആഭ്യന്തരമന്ത്രിയെ തന്നെ വെല്ലുവിളിക്കുന്നൊരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഇതൊന്നും ഇന്നും ഇന്നലെയും കിട്ടിയ ധൈര്യമല്ല അവർക്ക്. പിണറായി വിജയൻ എന്ന മുൻ മുഖ്യമന്ത്രി കണ്ണൂരിൽ ഗുണ്ടകളെ ഉപയോഗിച്ച് നടത്തിയ ആക്രമണങ്ങളും കൊലപാതകങ്ങളും അടക്കം മൂടിവച്ചതിൽ ഈ ഗുണ്ടകൾക്കെല്ലാം വ്യക്തമായ പങ്കുണ്ട്. അവരുടെ കയ്യിൽ പല തെളിവുകളും ഒരു ബോംബ് പോലെ അവശേഷിക്കുന്നുണ്ട്. തങ്ങളെ ഉപദ്രവിച്ചാൽ എല്ലാം തുറന്നു പറയുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഇതുവരെ പിണറായിയെ നിലക്ക് നിർത്തിയിരുന്നത്. എന്നാൽ ഭരണം മാറി ആഭ്യന്തരമന്ത്രി കസേരയിൽ പിണറായിയല്ല, രമേശ് ചെന്നിത്തലയാണ് ഇരിക്കുന്നത്. ആളെപ്പോലും മനസ്സിലാകാത്ത രീതിയിലായ ഗുണ്ടകൾ വെല്ലുവിളിക്കുകയാണിപ്പോൾ. എന്നാൽ അവർ ഇനി ആരാകുമെന്ന് കാണിച്ചു കൊടുക്കാമെന്ന ഒറ്റ വാക്കു മാത്രമാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞത്. ഏതു മാളത്തിൽ പോയി ഒളിച്ചിരുന്നാലും അർജുൻ ആയങ്കിയെ പൊക്കിയിരിക്കുമെന്നുള്ള സൂചനയാണ് ഇന്നലെ രമേശ് ചെന്നിത്തല നൽകിയത്. അതോടെ അർജുൻ ആയങ്കിക്ക് ഹാലിളകിയിട്ടുണ്ട്. അർജുൻ ആയങ്കിയുടെ 2 സുഹൃത്തുക്കളെ മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഒളിവിൽ കഴിയാൻ ഇവർ സഹായിച്ചു എന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ. ഇവർ അർജുൻ ആയങ്കിയുമായി അടുത്ത ബന്ധമുള്ളവരാണ് എന്നുള്ളത് വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിച്ചതോടെ ഇവരെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ചെയ്തത്. ഇവർ അർജുൻ ആയങ്കിയുമായി അടുത്ത ബന്ധമുള്ളവരാണ് എന്നാണ് പോലീസിന് വിവരം ലഭിച്ചത്. ആഭ്യന്തരമന്ത്രിയെ തന്നെ വെല്ലുവിളിച്ചതോടെ പോലീസ് സേനയ്ക്ക് തന്നെ ഇതൊരു നാണക്കേടായിരിക്കുന്നു. ആകെ സേനയിൽ തീ പിടിച്ചൊരവസ്ഥയാണുള്ളത്. അങ്ങനെ പുതുതായി രൂപീകരിച്ച അന്വേഷണ സംഘമാണ് ഇവരെ മണിക്കൂറുകൾക്കുള്ളിൽ കസ്റ്റഡിയിലെടുത്തത്. സയ്യിദ് അതുപോലെ ഇസ്മായിൽ എന്നീ കണ്ണൂർ സ്വദേശികളെ കൊച്ചിയിൽ നിന്നാണ് പോലീസ് സംഘം പിടികൂടിയത്. അതോടെ ആയങ്കിയുടെ ഇടതും വലതുമുള്ള കൈകളാണ് പോലീസ് തകർത്ത് കളഞ്ഞത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഇവർക്കൊപ്പം അർജുൻ ആയങ്കിയും ഉണ്ടായിരുന്നുവെന്ന് കണ്ടെത്തിയ അന്വേഷണ സംഘം അതിവേഗമാണ് കരുക്കൾ നീക്കിയത്. ഇവരെ വളരെ വിശദമായി ചോദ്യം ചെയ്ത് ഉടനടി ആയങ്കിയെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലാണ് പോലീസ്. ഒളിവിൽ കഴിയവേ പോലീസിനെയും CIമാരെയും ആഭ്യന്തര വകുപ്പിനെയും വൻതോതിൽ വെല്ലുവിളിച്ചുകൊണ്ട് സാമൂഹിക മാധ്യമങ്ങളിൽ അർജുൻ ആയങ്കി രംഗത്തെത്തിയത് ആഭ്യന്തര വകുപ്പിന് തന്നെ വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയത്. ഇതിന് പിന്നാലെയാണ് ആയങ്കിയെ പിടികൂടാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ ആഭ്യന്തര വകുപ്പ് നിയോഗിച്ചത്. പോലീസ് പൊക്കിയത് പ്രധാനികളെയാണെന്നും അർജുൻ ആയങ്കിയിലേക്ക് എത്താൻ ഇവരെ ചോദ്യം ചെയ്യുന്നതിലൂടെ സാധിക്കുമെന്നുള്ള സൂചനയാണ് ഇപ്പോൾ അന്വേഷണ സംഘം നൽകുന്നത്.